ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 33 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠനം പൂർത്തിയാക്കിയത്. കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതും അതിനെ തുടർന്നുള്ള പുതിയ പ്രമാണം നൽകുന്നതുമായ ഭാഗങ്ങളാണ് യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 33 വാക്യങ്ങളിലായി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയ പ്രമാണത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. പഠിക്കുന്നതിന് മുൻപായി ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ ബൈബിൾ എടുത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ എന്നോടൊപ്പം വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വചനങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, 2 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. കർത്താവ് ഒരു പുതിയ കൽപ്പനയായി സ്നേഹപ്രമാണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്യങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ഇതുവരെയും കണ്ട വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെയും തുടർന്നു വരുന്ന വിശ്വാസിഗണത്തെയും പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്യങ്ങളാണ് പുതിയ പ്രമാണമായ സ്നേഹത്തിൻ്റെ കൽപ്പന എന്നത്. നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഈശോയുടെ സ്നേഹം തിരസ്കരിച്ച് ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തുപോയ യൂദാസ് ഈശോയുടെ മരണം ഉറപ്പാക്കിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. പാദം കഴുകൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈശോ അന്ത്യ അത്താഴ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി 12 പേരോടൊപ്പം ഇരുന്ന് കർത്താവ് അന്ത്യ അത്താഴം കഴിക്കുന്നു. അവിടെ വച്ചാണ് ഈശോ ശിഷ്യന്മാരിൽ ഒരുവനും തന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവരുമായ യൂദാസിനെ കുറിച്ച് മറ്റ് ശിഷ്യന്മാരോട് പറയുന്നത്, നമ്മോടൊപ്പം ഇരുന്ന് അപ്പം സ്വീകരിക്കുന്നവൻ ശത്രുവാണ് എന്ന് പറഞ്ഞ് ഒറ്റക്കൊടുക്കുന്നവനെ കുറിച്ചുള്ളൊരു സൂചന കർത്താവ് ഈ വചനങ്ങളിൽ നൽകുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ ഈശോ മഹത്വീകരണത്തെക്കുറിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഹത്വീകരണത്തിന് 2 വശങ്ങളാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രമനുസരിച്ചുള്ളത്. ഒന്നാമത്തേത് കർത്താവിൻ്റെ മരണം, രണ്ടാമത്തേത് അവിടുത്തെ ഉത്ഥാനം. ഇപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് ദൈവശാസ്ത്ര പ്രമേയം എന്ന് പറയുക, ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ് ഹാപ്പൻസ് ഓൺ ദ ക്രോസ്. ഇറ്റ്സ് എ പ്രോസസ് എന്ന് പറയാറുണ്ട്. കുരിശിൽ ആരംഭിക്കുന്നതും കർത്താവിൻ്റെ മരണത്തോടെ ഉത്ഥാനത്തോടെ സ്വർഗാരോഹണത്തോടെ പൂർത്തിയാകുന്നതുമായ സമയത്തിനും കാലത്തിനും അതീതമായ മഹത്വീകരണം എന്നുള്ള, ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രമേയമാണ് യോഹന്നാൻ്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് കർത്താവ് തൻ്റെ സ്നേഹപ്രമാണം നൽകാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്യങ്ങൾ. അതുകൊണ്ടാണ് മഹത്വീകരണത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം സംസാരിക്കുന്ന കർത്താവ് താൻ വരിക്കാൻ പോകുന്ന കുരിശുമരണത്തെക്കുറിച്ചും അതിനുശേഷമുണ്ടാകുന്ന കർത്താവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണിത്. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും.
മരണത്തിൻ്റെ വിനാഴിക അടുത്തുവെന്നും അല്പസമയം കൂടിയേ ശിഷ്യന്മാരോട് തുണ്ടാവുകയുള്ളൂ എന്നും അറിഞ്ഞ ഈശോ സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണമാണ് അവർക്ക് നൽകുന്നത്. എന്താണ് ഈശോ നൽകുന്ന സ്നേഹപ്രമാണം എന്നത്? അതാണ് നമ്മൾ 34, 35 വാക്യങ്ങളിൽ വായിച്ചു കേട്ടത്. വചനം സ്ക്രീനിലും നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ തൻ്റെ ജീവിതം തന്നെയാണ് മാതൃകയായി ശിഷ്യന്മാരുടെ മുൻപിൽ വെക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ് തൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറയുന്നത്. സഹോദരങ്ങളെ, തൻ്റെ ജീവിതം മാതൃകയായി നൽകുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ജീവിതത്തെ പൂർണ്ണമായും സന്ദേശമായി മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ ആർക്ക് സാധിക്കും? രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് സാധിച്ചു എന്നതുപോലെ യേശു കർത്താവ് ദൈവമായവൻ മനുഷ്യനായി അവതരിച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ വിശ്വാസി സമൂഹത്തിന് വേണ്ടി മുഴുവനായും പറയാണ്, ഞാനാണ് നിങ്ങൾക്ക് ഈ മാതൃക നൽകുന്നത്. എങ്ങനെയാ ഈശോ സ്നേഹത്തിൻ്റെ ഈ മാതൃക നമുക്ക് നൽകിയത്? വിശുദ്ധ വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാൽവരി കുരിശിൽ മരിച്ചുകൊണ്ടാണ് കർത്താവ് സ്നേഹത്തിൻ്റെ ഈ മാതൃക നൽകിയത്. സ്നേഹിക്കുന്നതിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവ് കേവലം അധര വ്യായാമം മാത്രം, ലിപ് സർവീസ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ, അതല്ല ഈശോ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അവൻ പറഞ്ഞത് തന്നെയും അവൻ ജീവിച്ചു എന്നുള്ളതും ജീവിച്ചത് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ എന്നുള്ളതുമാണ് കർത്താവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കാരണം അവൻ ദൈവപുത്രനായ യേശു കർത്താവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു. ഈശോ നൽകുന്ന പുതിയ കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നതാണ്. മറ്റുള്ളവരെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടത് എന്ന ഒരു പുതിയ പ്രമാണം നൽകിക്കൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ഈ ലോക ജീവിതം വെടിഞ്ഞ് മരണത്തിലൂടെ ഉദ്ധാനവും കടന്ന് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ മഹത്വീകരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ എന്നതും കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ശിഷ്യന്മാരുടെ കാൽക്കലിരുന്ന് പാദങ്ങൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം സ്നേഹത്തിൻ്റെ പ്രമാണം അവർക്ക് നൽകുന്നതിലൂടെ അവൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും മറ്റൊന്നല്ല എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ തുടർന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാക്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും പുതിയ കൽപ്പന എന്നാണ് ഈശോ പറയുന്നത്. പുതിയ കൽപ്പന, എ ന്യൂ കമാൻഡ്മെന്റ്. എന്തുകൊണ്ടാണ് ഈശോ ഒരു പുതിയ കൽപ്പന എന്ന് ശിഷ്യന്മാരോട് പറയുന്നത്? സ്നേഹം എന്നുള്ളത് അതുവരെയും നിലനിന്നിരുന്ന ഒരു പ്രമാണമല്ലേ? കാരണം നമ്മൾ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്, മോശ എന്ന പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് 2 കൽപ്പലകകളിലായി 10 പ്രമാണങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. അതിൽ 1 മുതൽ 3 വരെയുള്ള പ്രമാണങ്ങൾ ദൈവ സ്നേഹത്തെക്കുറിച്ചും 4 മുതൽ 10 വരെയുള്ള 7 കൽപ്പനകൾ മനുഷ്യരെ, സഹോദരങ്ങളെ, അയൽപക്കക്കാരെ എങ്ങനെ സ്നേഹിക്കണം എന്നതിനെക്കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കൽപ്പനകളാണ്. അതുകൊണ്ട് തന്നെയും സ്നേഹത്തിൻ്റെ പ്രമാണം നിലനിന്നിരുന്നു. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഒരു പുതിയ കൽപ്പന എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകുന്നത് സ്നേഹത്തിൻ്റെ പ്രമാണമാണ് എന്ന് പറയുമ്പോൾ പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നു എന്നും പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥ സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനവുമായി യഹോവയായ ദൈവം ഒരു ഉടമ്പടി ചെയ്തിരുന്നു.
ആ ഉടമ്പടിക്കനുസരിച്ചാണ് അവർ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിന്നിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ യേശു കർത്താവ് തന്നെയും തന്നെ പൂർണ്ണമായും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടാണ്, ജീവത്യാഗം ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമ പ്രമാണങ്ങളിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ ഈ പ്രമാണങ്ങൾ വ്യത്യസ്തമാകുന്നത് തൻ്റെ ജീവിതം കൊണ്ട് അവൻ അവരെ സ്നേഹിച്ചു എന്നതിലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അവൻ തൻ്റെ രക്തം കൊണ്ടാണ് ആ പ്രമാണം, ആ ഉടമ്പടി ഒപ്പുവെച്ചത്. അത് കാൽവരി മലയുടെ മുകളിൽ ഉയർത്തി നാട്ടപ്പെട്ട കുരിശിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പോലെ ദൈവികമായ ഈ പ്രമാണത്തെ പഴയ ഉടമ്പടിയുടെ വ്യവസ്ഥ അരുതുകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കൽപ്പനയായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ ഡോണ്ട് എന്നുള്ള അരുതുകൾ പറഞ്ഞുകൊണ്ടുള്ള, അത് ചെയ്യരുത്, അവിടെ നോക്കരുത് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു എങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ പ്രമാണം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥ ആകേണ്ടതുകളിലേക്ക് കടന്നു ചെല്ലുന്നതും ഈശോയുടെ സ്നേഹത്താൽ പ്രചോദിതവുമായ പരസ്നേഹത്തിൻ്റെ കൽപ്പനയാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പരസ്നേഹത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എപ്രകാരമാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് യേശു കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേവലം ഒരു പ്രമാണം മാത്രമായി നിൽക്കുകയല്ല, ഇത് ജീവിക്കാനുള്ളതാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഈശോയുടെ സ്നേഹത്താൽ പ്രചോദിതമായ പരസ്നേഹത്തിൻ്റെ പ്രമാണമാണ് പുതിയ കൽപ്പനയായി കർത്താവ് നമുക്കായി നൽകിയത്. അതുകൊണ്ട് ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസിയും എന്നുള്ള ബോധ്യം എനിക്ക് തോന്നുന്നു ഇത് കേവലം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രൈസ്തവനോ കത്തോലിക്കനോ മാത്രം അനുഷ്ഠിക്കേണ്ട ഒന്നല്ല, മറിച്ച് പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കുമായി നൽകപ്പെടുന്ന ഒരു പ്രമാണമാണ് സ്നേഹത്തിൻ്റെ ഈ പുതിയ നിയമം എന്ന് പറയുക. ജീവിച്ച് മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്രകാരം ജീവിച്ച എത്രയോ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച വ്യക്തികൾ നമുക്കറിയാലോ. കൽക്കട്ടയുടെ തെരുവീഥികളിൽ ഉണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവർക്ക് വേണ്ടി, രോഗികളായ, അഗതികളായ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി എന്തിനാ മദർ തെരേസ തൻ്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ചത്? അതുവഴിയായി അവർ വലിയ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഉയർത്തപ്പെട്ടു എങ്കിൽ ദൈവസ്നേഹം തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തവളാണ് എന്ന കാരണത്താലാണ് മദർ തെരേസയെ കത്തോലിക്ക സഭ വിശുദ്ധയായി അൾത്താര വണക്കത്തിന് വേണ്ടി ഉയർത്തിയതും പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിനോടൊപ്പം മദർ തെരേസയും ഇന്ന് ഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണവും മറ്റൊന്നല്ല. 17-ാം നൂറ്റാണ്ടിൻ്റെ ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ, ആ ജനതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അധ്വാനിക്കാൻ തയ്യാറായ, അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച വിൻസെൻ്റ് ഡി പോളിനെ ലോകം ഇന്നൊരു വിശുദ്ധനായി കണക്കാക്കുന്നുണ്ട് എങ്കിൽ, അവൻ അൾത്താരയിൽ വണങ്ങപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണവും മറ്റൊന്നല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവൻ പൂർണ്ണമായും സമർപ്പിച്ചു എന്ന കാരണത്താലാണ്. എത്രയോ ഏറെ മനുഷ്യരെ ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായി കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എനിക്കു വേണ്ടി എന്നുള്ള, സ്വന്തം കാര്യം സിന്ദാബ എന്നുള്ള ഒരു സാധാരണ ഒരു പല്ലവി ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള, വ്യയം ചെയ്യാനുള്ള ജീവിതമാണിത് എന്നുള്ള ബോധ്യം യേശു കർത്താവ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, പുതിയ ഉടമ്പടി ജനതയാകുന്ന സഭയിലെ എല്ലാ അംഗങ്ങളും പ്രാവർത്തികമാക്കേണ്ട കൽപ്പനയാണ് പരസ്പര സ്നേഹത്തിൻ്റെ ഈ കൽപ്പന എന്ന് പറയുക. ടു ലവ് വൺ അനദർ എന്നുള്ളതാണ് കർത്താവ് നമുക്ക് നൽകിയ പുതിയ കൽപ്പന. അതുകൊണ്ട് തന്നെയും ഇത് എപ്രകാരമാണ് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് യോഹന്നാൻ സുവിശേഷകൻ
13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളിലൂടെ നമ്മോട് പറയുകയാണ്. ഈ പരസ്പര സ്നേഹത്തിൻ്റെ ജീവിതം സഭാസമൂഹത്തിൻ്റെ മുഖമുദ്രയാകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്: നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിലാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ഈ ലോകം അറിയുകയുള്ളൂ എന്നാണ് കർത്താവ് ഈ വാക്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇതേപ്പറ്റി മറ്റൊരു സന്ദർഭത്തിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും ഇതിന് സമാനമായ ഒരു വചനം പറയുന്നത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും സമാനമായ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം അതിന് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റേതായി ജീവിച്ചിരുന്നു എങ്കിൽ ഈ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു എന്നാണ് വചനം പറയുന്നത്. എന്നാൽ നിങ്ങൾ എൻ്റേതാണ് എന്ന കാരണത്താൽ എന്ന് പറഞ്ഞാൽ ഈശോയുടേതാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ദൈവത്തിൻ്റേതാണെന്നും നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല മറിച്ച് ദൈവരാജ്യത്തിനുള്ളവരാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് നൽകുന്ന പരസ്നേഹത്തിൻ്റെ കൽപ്പനയെ യേശു കർത്താവ് തന്നെയും 15-ാം അധ്യായം 19-ാം വാക്യത്തിലൂടെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹെർമനൂട്ടിക്സ് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രമെന്നാണ് ബിബ്ലിക്കൽ ഹെർമനൂട്ടിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹെർമനൂട്ടിക്സിൽ ഒരു തിയറി തന്നെയുമുണ്ട്: എ ടെക്സ്റ്റ് ഇൻ്റർപ്രറ്റ്സ് ബൈ അനദർ ടെക്സ്റ്റ്. ഒരു പാഠഭാഗം മറ്റൊരു പാഠഭാഗം കൊണ്ട് വിശദമാക്കുന്നു. സാധാരണഗതിയിൽ പഴയ നിയമത്തിലെ ചില പ്രബോധനങ്ങളെ പുതിയ നിയമത്തിലെ ചില പ്രബോധനങ്ങൾ കൊണ്ട് വിവരിക്കാറുണ്ട്. പുതിയ നിയമത്തിൽ തന്നെയും പുതിയ നിയമത്തിൻ്റെ ചില പ്രബോധനങ്ങളെയും വാക്യങ്ങളെയും പുതിയ നിയമത്തിലെ തന്നെ മറ്റു ചില വാക്യങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കർത്താവ് ശ്രമിക്കുന്നതും ചില ബൈബിൾ എഴുത്തുകാരുടെ വ്യാഖ്യാന ശൈലിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് 13-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തെ 15-ാം അധ്യായം 19-ാം വാക്യം കൊണ്ട് വിശദമാക്കുന്നു എന്നത്. ഇപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലൂടെ പരസ്നേഹമായി കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്കറിയാമല്ലോ, ഇവിടെ എനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമാണേ. ഈ ഗ്ലാസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്. അത് ഏകദേശം ഇവിടെ വരെ 3/4 ഭാഗത്തിന് മുകളിൽ നിറഞ്ഞാണ് ഈ ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ ഇത്? ഈ ഗ്ലാസ്സിലേക്ക് ഇനിയും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക എന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മൾ കൂടുതലായി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്ലാസ്സിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരളവുണ്ട് ഇല്ലേ? അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം ഗ്ലാസ്സിൽ നിന്നും സാവധാനം പുറത്തേക്ക് പോകാൻ തുടങ്ങും നമ്മൾ വീണ്ടും ഒഴിച്ചുകൊണ്ടിരുന്നാൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗ്ലാസ്സിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ഈ ജലം വീണ്ടും ആ ദൈവസ്നേഹം കൊണ്ട് ഞാൻ ഈ ഗ്ലാസ് നിറയ്ക്കും തോറും അത് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ ഗ്ലാസ്സിൽ നിറച്ചു വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ പരസ്നേഹമായി പുറത്തേക്ക് ഒഴുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എന്നോടും നിങ്ങളോടും ദൈവം ആവശ്യപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകുന്ന സ്നേഹം എന്നുള്ളത് ദൈവസ്നേഹമാണ്. അത് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ അത് പരസ്നേഹമായി മാറുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഈ അടുത്ത കാലത്തല്ലേ വയനാട്ടിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞക്കുന്ന് എന്ന പേരുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രകൃതി ദുരന്തം വലിയ ഉരുളുപൊട്ടലുകളായി ഉണ്ടായി. അവിടെയുള്ള ഒത്തിരിയേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചു.
ഒത്തിരിയേറെ പേർക്ക് അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. എത്രയോ വീടുകളാണ് ഉരുളുപൊട്ടലിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് എന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഇപ്രകാരം വലിയ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ മറുഭാഗത്ത് കാണുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? കേരളം ഒറ്റക്കെട്ടായി, കേരളമെന്ന് മാത്രം പറഞ്ഞ് ചുരുക്കാൻ പറ്റിയാലെന്ന് എനിക്ക് തോന്നുന്നത്, മലയാളികളെന്ന് പറഞ്ഞും ചുരുക്കാൻ പറ്റിയല്ല, ലോകമെമ്പാട് നിന്നും ഒത്തിരിയേറെ സഹായ പ്രവാഹമുണ്ടായി ഇപ്രകാരം അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കരുണ വറ്റാത്ത ഒരു ജനസമൂഹം ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ എനിക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ട്. ചില പ്രകൃതി ദുരന്തങ്ങൾ ആവശ്യമാണ്. 2018 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ആ സമയത്തും ഇപ്രകാരം എത്രയോ ഏറെ പേര് തങ്ങൾക്കുള്ളത് മുഴുവനായും കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊക്കെയും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, കൊച്ചു കുട്ടികൾ പോലും കുടുക്കകത്ത് വെച്ചിരുന്ന പൈസ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആകെ ഉണ്ടായിരുന്ന ഒരു വളർത്തുന്ന ഒരു കുഞ്ഞ് ആടിനെ വിറ്റ് ആ ആടിന് കിട്ടിയ പൈസ കൊണ്ടുപോയി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തമായി ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മുഴുവനായും എടുത്തു കൊടുത്ത മനുഷ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ ഏറെ പേര് തങ്ങൾക്കുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയങ്ങളിലൊക്കെയും. ഇത് കേവലം പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം പുറത്തു വരേണ്ടതായി മാറുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഷോക്കേസിൽ വെക്കേണ്ട ഒന്ന് മാത്രമല്ലെന്നും ഈ കരുണ എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എപ്പോഴും പകർന്നു നൽകപ്പെടേണ്ടതാണ്. അതാണ് യഥാർത്ഥത്തിൽ കമ്പാഷൻ എന്ന് പറയുക. കുംപാസിയോ എന്ന 2 ലത്തീൻ വാക്കുകൾ ചേർത്താണ് കമ്പാഷൻ എന്ന വാക്കുണ്ടായത്. ടു സിംപതൈസ് വിത്ത്. സിമ്പതി എന്ന വാക്കുപോലും ഇപ്പോൾ ഉപയോഗിക്കാറില്ല, മറിച്ച് എമ്പതി എന്ന വാക്കാണ് അതിന് ചേർന്നു പോകുന്നത് എന്ന് പുതിയ വ്യാകരണ ശാസ്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേവലം മറ്റൊരാളുടെ ദുരിതം കണ്ടിട്ട് അവളോട് സഹതപിക്കുക മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കൂടെ ആയിരിക്കാൻ സാധിക്കുക. അതാണ് എന്നെയും നിങ്ങളെയും കമ്പാഷൻ ഉള്ളവരായി, കരുണയുള്ളവരായി മാറ്റുകയെന്ന് സ്നേഹപ്രമാണം നൽകുന്ന യേശു കർത്താവ് തന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോയുമായി നല്ല സ്നേഹബന്ധം പുലർത്തുന്നവർക്കേ ഈശോയെ പോലെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈശോയായി മാറാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ, മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിളിയുടെ പ്രാധാന്യത്തെ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയും നമ്മൾ മനസ്സിലാക്കുക, വേർപാടിൻ്റെ നിമിഷങ്ങളിലാണ് ഈശോ പുതിയ ഉടമ്പടി നൽകിയത് എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷ ഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കർത്താവ് താൻ പീഡാസഹനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ കൂടെയുള്ളവരെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ അവൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, പഴയ നിയമ ഉടമ്പടി മുദ്ര വെച്ചത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടായിരുന്നു എങ്കിൽ പുതിയ ഉടമ്പടി മുദ്ര വയ്ക്കപ്പെട്ടത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയുടെ ചുടുരക്തം കൊണ്ടാണ്, കാൽവരിയിൽ ഒഴുകിയിറങ്ങിയ കർത്താവിൻ്റെ ജീവരക്തം കൊണ്ടാണ്. സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈജിപ്തിൻ്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനങ്ങളെ മോശ എന്ന പ്രവാചകന്റെ നേതൃത്വത്തിൽ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നേരത്ത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് ആ ഉടമ്പടി മുദ്ര ചെയ്യപ്പെട്ടതെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവനുള്ള രക്തം കൊണ്ടാണ് പുതിയ ഉടമ്പടിയാകുന്ന സ്നേഹപ്രമാണം മുദ്ര വയ്ക്കപ്പെട്ടത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോഴാണ്
അവൻ്റെ സ്നേഹപ്രമാണം അവൻ്റെ ജീവിതമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, അവളെ വിശ്വസിക്കാൻ കൊള്ളിയേല എന്ന് പറയും ഇല്ലേ? ചിലരെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്ത ഇതാണ്, നമ്മുടെ ഇവാലുവേഷൻ അതാണ്. കുറച്ച് നാളൊക്കെ ചിലരുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ ചിലർ പറയാറുണ്ട്, അച്ഛാ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അച്ഛാ അവളെ വിശ്വസിക്കാൻ പറ്റിയല്ല. ധ്യാന കേന്ദ്രങ്ങളിൽ കൺവെൻഷനുകൾക്കും മറ്റുമൊക്കെ പോകുമ്പോൾ എത്രയോ ഏറെ പേര് വന്നിട്ട് ഇപ്രകാരം തൻ്റെ ജീവിത ദുഃഖങ്ങൾ കൗൺസിലിങ്ങിൻ്റെ സമയത്തും മറ്റും പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കണം അച്ഛാ. കുടുംബജീവിതത്തിൽ കല്ലുകടികൾ ഉണ്ടാകുന്നു, ബന്ധ തകർച്ചകൾ ഉണ്ടാകുന്നു, വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് തോന്നൽ വന്നു കഴിയുമ്പോൾ പരസ്പരം മനസ്സുകൊണ്ട് അകലാൻ തുടങ്ങും. മനസ്സുകൊണ്ട് അകന്നു തുടങ്ങിക്കഴിഞ്ഞാൽ സാവധാനം ശരീരം കൊണ്ട് അകന്നു പോകും. ഇപ്രകാരം അകന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? വീണ്ടും വിളക്കി ചേർക്കാൻ സാധിക്കാത്ത വിധം വിശ്വാസത്തിൽ തകർച്ച സംഭവിച്ചു പോകുന്നു. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ സാധാരണ എല്ലാവരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരല്ലേ? ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അപകടങ്ങൾ വരുത്താതെ, ആക്സിഡൻ്റ് ഉണ്ടാക്കാതെ ഈ വാഹനം യഥാസമയം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ബസ്സിനകത്ത് കയറിയിരുന്നാൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നത് അല്ലേ? നമുക്ക് ഡ്രൈവറെ വിശ്വാസം ഇല്ലെങ്കിൽ ബസ്സിനകത്ത് കയറിയിരുന്നാൽ നമ്മൾ കമ്പിയെ പിടിച്ച് റോട്ടിലേക്ക് നോക്കിയിരിക്കും, ഇവൻ എപ്പോഴാണ് ഇടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചിന്ത. ഇതൊരു പരസ്പര വിശ്വാസമാണ്. ഇപ്രകാരമുള്ള വിശ്വാസത്തോടുകൂടെ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവസ്നേഹത്തിൻ്റെ ഈ പുതിയ പ്രമാണമെന്ന് പറയുക. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഈ ദൈവീകമായ സ്നേഹപ്രമാണത്തെ പൂർണ്ണമായും നമ്മുടെ ജീവിത പ്രമാണമാക്കി മാറ്റാൻ, ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഈശോ നമുക്ക് നൽകുന്ന കൽപ്പന. ജീവിക്കാം, പ്രാവർത്തികമാക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം.